ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. നിഫ്റ്റി ഇന്നും ഒരു നെഗറ്റീവ് സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. ബട്ട് ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിലാണ്, ഒരു കൺഫ്യൂസിങ് ക്യാൻഡിലാണ്. സോ നിങ്ങൾക്കറിയാമല്ലോ, ഡോജി ടൈപ്പ് ക്യാൻഡിൽ വരുമ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാൽ ഇതിൻ്റെ മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ 26,118 നല്ലൊരു സപ്പോർട്ടാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഒരു സപ്പോർട്ട് 2600 ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ദെൻ താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യലെന്നൊക്കെ പ്രതീക്ഷിക്കാം. മുകളിലോട്ട് ഗ്യാപ്പ് ഓപ്പണായി മുകളിലോട്ട് പോകുന്നുള്ള പ്രതീക്ഷയിലിരിക്കാം. ഓക്കെ, സോ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി നമ്മൾ പറഞ്ഞല്ലോ, ബാങ്ക് നിഫ്റ്റി നമ്മളൊരു പൊസിഷണൽ ട്രേഡാണ്. സോ ഇന്ന് ബാങ്ക് നിഫ്റ്റി പോസിറ്റീവായിരുന്നു. ബാങ്ക് നിഫ്റ്റി മാത്രമേ പോസിറ്റീവായിരുന്നുള്ളൂ. ഇൻഡെക്സിൽ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് എല്ലാം സെല്ലിംഗ് ഉണ്ടായിരുന്നു. സോ ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയിട്ടും കുറച്ച് മുകളിലോട്ടായിരുന്നു. സോ നമ്മുടെ പൊസിഷണൽ ട്രേഡിൽ നിന്ന് റീ എൻട്രി ആയിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ പൊസിഷണൽ ടാർഗറ്റ്, മീൻസ് എൻട്രി പ്രൈസ്. സോ അവിടെ നിന്ന് മുകളിലോട്ട് പ്രൈസ് ആക്ഷൻ കാരണം മുകളിലോട്ട് പോയപ്പോൾ അവിടെ നിന്ന് എൻ്റർ ആയിട്ടുണ്ട്. സോ ബട്ട് എനിവേ അത് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്, ക്ലോസ് ആയിട്ടില്ല, ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നാളെ നോക്കാം. ഈ ഒരു ഏരിയയിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്ക് മുകളിലോട്ടുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ബിറ്റ് കോയിന് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ബിറ്റ് കോയിൻ ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നല്ലൊരു മൊമെന്റത്തിന് ശേഷം ഒരു ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഡബ്ല്യു പാറ്റേൺ പോലൊരു ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. സോ മുകളിലോട്ട് പോകാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതാണ് ബിറ്റ് കോയിന്. നമ്മുടെ സിൽവർ നോക്കുകയാണെങ്കിൽ സിൽവർ തിരിച്ചു പോകുന്നുണ്ട്. നമ്മൾ സെല്ലിങ്ങിലായിരുന്നു, ബട്ട് ബിക്കോസ് ഓഫ് ദ ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് കാരണം തിരിച്ച് ഒരു ഓൾ ടൈം ഹൈയിലോട്ട് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. ഇവിടെ എൻട്രി എടുത്തവർക്ക്, സെല്ലിംഗ് എടുത്തവർക്ക് സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ആയിട്ടുണ്ട്. സോ ഗോൾഡും അതേപോലെ തന്നെയാണ്, തിരിച്ച് ഒരു റിവേഴ്സൽ പോകുന്നുണ്ട്. സോ ഗോൾഡും സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ആയിട്ടുണ്ട്. ബാക്കി നമ്മൾ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് ഒരു ഓക്കെ ആണ്. സ്മോൾ ക്യാപ്പ് ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. ഒരു കൺസോളിഡേഷൻ, ഒരു ഹോൾഡിങ്, ഒരു അപ്പർ സൈഡ് ഹോൾഡിങ് പോലെ കാണുന്നുണ്ട്. മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ സെയിം ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ അടുത്ത് തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. സോ ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. സോ മിഡ് ക്യാപ്പ് നല്ലൊരു പൊസിഷനിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യും സ്മോൾ ക്യാപ്പ് 50 മാത്രമേ ചെറുതായിട്ട് പോസിറ്റീവ് ആയിരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാം നെഗറ്റീവ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയും പോസിറ്റീവ് ആയിരുന്നു. നിഫ്റ്റി 50 എടുത്താൽ അപ്പോളോ ഹോസ്പിറ്റൽ 3.50, ICICI ബാങ്ക് 2.80, ടാറ്റ കൺസ്യൂമർ 2.78, കോട്ടക് ബാങ്ക് 2.22, റിലയൻസ് ഇന്ന് ഓൾമോസ്റ്റ് 5%, 4.6 വരെ ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. 4.39 ഡൗൺ ആയിരുന്നു. റിലയൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ട്രെൻഡ് 8.46 ഡൗൺ ആയിരുന്നു. ഡിവിസ് ലാബ് 4.52, ഹാവൽസ് 3.62, വരുൺ ബിവറേജസ് 2.42 അപ്പായിരുന്നു. ഇന്ത്യൻ ഹോട്ടൽ 2.45, ഗെയിൽ 2.35, BPCL 2.09 ഡൗൺ ആയിരുന്നു. നമുക്ക് സ്മോൾ ക്യാപ്പ് 250 നോക്കുകയാണെങ്കിൽ IEX 8.80, നാവ 4.06, HFCL 3.79 അപ്പ് ആയിരുന്നു. കിംസ് 4.30 ഡൗൺ ആയിരുന്നു. സരേഗാമ 4.48 ഡൗൺ ആയിരുന്നു. കെയ്ൻസ് വീണ്ടും ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോയിട്ടുണ്ട്, 5.37. കെയ്ൻസ് ഡൗൺ ട്രെൻഡ് തുടരുകയാണ്. മിഡ് ക്യാപ്പ് 150 നോക്കുകയാണെങ്കിൽ നാഷണൽ അലുമിനിയം 5.32, ക്രൈസിൽ 5.11, IPCA ലാബ് 4% അപ്പായിരുന്നു. 3M ഇന്ത്യ 3.81, SJVN 3.82, കമ്മിൻസ് ഇന്ത്യ 4.24. ഇതെല്ലാം ഡൗൺ ആയ സ്റ്റോക്സ് ആണ്. ന്യൂസ് സ്പെസിഫിക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ടാരിഫിൻ്റെ ഒരു ത്രെഡ് ഉണ്ടായിരുന്നു അമേരിക്ക US നിന്ന് ഇന്ത്യയിലോട്ട്. അതായത് US അഗെയിൻ റഷ്യൻ ഓയിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫർദർ ടാരിഫ് ഇൻക്രീസ് ചെയ്യുന്നു. സോ മാർക്കറ്റിൽ അൺസർട്ടനിറ്റി ഉണ്ട് ഇപ്പോൾ. സെക്കൻഡ്ലി, റിലയൻസിനെ കുറിച്ചൊരു ന്യൂസ് ബ്ലൂംബർഗ്
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 വെസൽ റിലയൻസിൽ റിഫൈനറിയിലോട്ട് സെയിൽ ചെയ്യണമെന്ന് പറഞ്ഞു. സോ അതിനെ റിലയൻസ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ലേറ്റർ ഓൺ ബ്ലൂംബർഗും കൺഫേം ചെയ്തിട്ടുണ്ട് റിലയൻസ് അല്ല, വേറെ ഒരു പ്ലേസിലാണ് ഓഫ്ലോഡ് ചെയ്തതെന്ന് പറഞ്ഞു. സോ ഇത് സംബന്ധിച്ചാണ് റിലയൻസിൽ നിന്നൊരു ക്രാഷ് ഉണ്ടായത്. റിലയൻസ് പോലൊരു ഹെവി വെയിറ്റ് ക്രാഷ് ഉണ്ടാകുമ്പോൾ നിഫ്റ്റി നല്ല രീതിയിൽ ബാധിക്കും. ഈ HDFC ബാങ്കും ഡൗൺ ആയിരുന്നു. സോ HDFC ബാങ്കും റിലയൻസും ഡൗൺ ആയത് കാരണമാണ് നിഫ്റ്റി ഡൗൺ ആയത്. സോ കാരണം രണ്ടും ഹെവി വെയിറ്റ് ആണ്. ഓക്കെ, സോ ഓക്കെ ഗൈസ്, ഇതെല്ലാമാണ് ഇന്നത്തെ അനാലിസിസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. താങ്ക് യു. ബൈ ബൈ.